എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ സാസുകയായിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ ഒരു റെസ്റ്റോറന്റിലിരുന്ന് അങ്ങനെ ഹായ് ആയിട്ട് ടീ ഒക്കെ കുടിക്കുകയാണ്. അപ്പോ അവന്റെ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് പെൺകുട്ടികൾ അവരാണെങ്കിൽ ഒരുപാട് കാര്യമായിട്ട് സംസാരിക്കുകയാണ്. അവൻ അല്പനേരം അതിലേക്ക് തന്നെ നോക്കിയിരിക്കും. അപ്പൊ ആരോ ഒരാൾ പറഞ്ഞ കാര്യം അവന് ഓർമ്മ വരികയാണ്. അവളുടെ വില്ലേജിൽ കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേരും പരസ്പരം റിംഗ് എക്സ്ചേഞ്ച് ചെയ്യണം. സാസുകയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഒരു വലിയ മൗണ്ടൈൻ്റെ മുകളിലേക്ക് വന്ന് എന്തോ ഒരു ഇൻഫർമേഷൻ അവന്റെ പരുന്തിന്റെ കാലിലങ്ങനെ കെട്ടി ദൂരേക്ക് പറത്തി വിടുകയാണ്. അതിനുശേഷം അവനാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ ബൊറൂട്ടോ അവനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവന്റെ സീറ്റിൽ അങ്ങനെ ചാരിയിരിക്കും. ഉടനെ ഷിക്കമരു സുകയും അവർ രണ്ടുപേരും കാര്യം തിരക്കാണ്. അതിന് നറൂട്ടോ പറയും, നയൻറ്റയിൽ അത് ശരിക്കും എൻ്റെ ബോഡിയിലെ ഒരു പാർട്ടായിരുന്നു. അത് പോയതിനു ശേഷം ഞാൻ പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. എനിക്ക് പെയിൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കണമെന്ന് എനിക്കറിയില്ല എന്ന് പറയും. അതിന് സാസുക പറയും, സേജ് ഓഫ് സിക്സ് പാക്കിനും അവളുടെ ബോഡിയിലെ മോൺസ്റ്റർ പോയതിനു ശേഷം ഇതുപോലെ തന്നെയാണ് ഒരുപാട് മോശമായിട്ടുള്ള അവസ്ഥ ഉണ്ടായത്. പക്ഷെ യാമുണക്ക ക്ലാനിലുള്ളവർ ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. തീർച്ചയായിട്ടും അവരോട് ചോദിക്കുകയാണെങ്കിൽ നമുക്കിതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പരിഹാരം വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനാവും. ആൻഡ് ഓഫ് ഫ്രണ്ടൊക്കെയാണ് ആ ഒരു ട്രീറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ബുക്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളത്. അവിടുത്തെ മകൻ മരിച്ചതിന് ശേഷം പ്രൈം മിനിസ്റ്റർ ആണ് ഇപ്പൊ ആ ഒരു ഗ്രാമത്തിന്റെ ഭരണങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത്. അവിടുത്തെ ഇപ്പോഴത്തെ പ്രിൻസ് ആണ് സാക്ഷാൽ നാനറായി. കട്ട് ചെയ്ത ഇപ്പൊ കാക്കാഷിയെ കാണിക്കും. കാക്കാഷി ആണെങ്കിൽ ആ നാനറായുടെ അടുത്താണ് ഇപ്പൊ ഉള്ളത്. കാക്കാഷി ആണെങ്കിൽ പ്രിൻസിനോട് പറയും, ഞാൻ നിന്നെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. അതിനാ പ്രിൻസ് പറയും, ലൈബ്രറിയിലേക്ക് ഞാനിപ്പോ പോവാറില്ല, എനിക്ക് അവിടേക്ക് പോയിട്ട് യാതൊരു കാര്യവുമില്ല. അതിന് കാക്കാഷി ആണെങ്കിൽ പ്രിൻസിനോട് പറയും, കുഴപ്പമില്ല, എങ്ങനെയാണ് എന്നും എഴുതുക എന്നും ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പൊ അവന് ലെറ്റേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങും. ഇതാ ഷിക്കമരു പറയും, കാക്കാഷി മാസ്റ്റർ അവിടെ ആ പ്രിൻസിനോട് ചേർന്ന് നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവനാണെങ്കിൽ എഴുതാനോ വായിക്കാനോ ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻസ് ഒന്നും തന്നെ കളക്ട് ചെയ്യാനായില്ല എന്ന് പറയും. അത് കേൾക്കേണ്ട താമസം കുട്ടോയ്ക്ക് അവന്റെ പെയിൻ കൂടി അവനിപ്പോ ചെസ്റ്റിന് അങ്ങനെ കൈ കൊടുക്കുകയാണ്. സാസുവയ്ക്കാണെങ്കിൽ അത് നോക്കി നിൽക്കാനാവില്ല. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അത് ഞാൻ കളക്ട് ചെയ്യുന്നു പറഞ്ഞ് ആളങ്ങനെ പുറത്തേക്ക് പോവാണ്. നറൂട്ടോ ആണെങ്കിൽ വിളിച്ചു പറയും, സാസുക ഒരു കാരണവശാലും നീ ഇവിടം വിട്ട് പോകാനായിട്ട് പാടില്ല, അതിനുള്ള അധികാരം ഞാൻ നിനക്ക് തരില്ല. പക്ഷെ സാസുകയാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് അങ്ങനെ കടന്നു പോകും. സാസുക മനസ്സിൽ പറയും, ആ ഒരു ഗ്രാമത്തിൽ ഒരു പ്രസൻ ഉണ്ട്, അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത സാസുകയാണെങ്കിൽ ഇപ്പൊ ആ പ്രിസണിലേക്ക് ഒരു പ്രിസണറായിട്ട് എത്തിയിരിക്കുകയാണ്. അവൻ ആ സെല്ലിന്റെ അകത്തേക്ക് കടന്നു വരും. സാസുകയെ കാണേണ്ട താമസം ഉള്ള പ്രിസണേഴ്സ് എല്ലാവരും ചിരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ജയിലർ ആണെങ്കിൽ സാസുകയെ ഒരു ടീമിന്റെ കൂടെ അങ്ങനെ അയക്കുകയാണ്. അവൻ അവിടേക്ക് വന്ന് അവരോടൊപ്പം ഇരിക്കും. ആ ടീമിലുള്ളവരാണെങ്കിൽ അവരുടെ പേരെന്താണെന്നും അവർ ചെയ്ത തെറ്റിനെ കുറിച്ചും അവരുടെ ശിക്ഷാ കാലയളവിനെ കുറിച്ചും അങ്ങനെയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സാസുകയോട് പറയും. അവൻ ആ കാര്യങ്ങളെല്ലാം കേട്ട് മറുപടി പറയാതെ സ്വന്തമായിട്ട് എല്ലാം കേട്ടിരിക്കും. അങ്ങനെ അവരെല്ലാവരും പരസ്പരം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും മൂന്ന് പേര് ഇപ്പൊ സാസുകയുടെ തൊട്ട് പുറകിൽ വരിക. അതിനുശേഷം അവനെ ഇൻസൾട്ട് ചെയ്യാനും ആക്കാനായിട്ടൊക്കെ ആരംഭിക്കും. സാസുകയാണെങ്കിൽ അങ്ങനെ ചാടി വന്ന് അവരെ മൂന്ന് പേരെയും പിടിച്ചു വലിച്ച് അച്ചറം പൊച്ചറം ആഞ്ഞടിക്കും. ഉണ്ടായിരുന്ന ബാക്കി പ്രിസണേഴ്സ് ആണെങ്കിൽ അത് കണ്ട് പേടിച്ച് നാനാ ഭാഗത്തേക്ക് ഓടുകയാണ്. സെക്യൂരിറ്റീസും ജിയസും എല്ലാവരും ആ ശബ്ദം കേട്ട് അവിടേക്ക് ഓടിയെത്തും. ജിയസ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പൊ സാസുകയോട് ചോദിക്കും, നീ എന്തിനാ ആവശ്യമില്ലാതെ അവരെ അറ്റാക്ക് ചെയ്തേ? അതിന് ഒരു ചോപ്പ് മുടിയൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. അവനാണ് ആ സോൾജേഴ്സിന്റെ എല്ലാം തന്നെ ചീഫ് പറയും, ആക്ച്വലി ഇവരുടെ അറ്റാക്ക് ഡിഫൻഡ് ആണ് ചെയ്തത്. ഈ ഒരു ഫൈറ്റ് അത് തുടങ്ങി വെച്ചത് അവരാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറഞ്ഞ് അവർ സോൾജേഴ്സിനെ പറഞ്ഞയക്കും. അതിനുശേഷം സാസുയ്ക്ക് ഒരു വാണിംഗ് കൊടുത്ത് അങ്ങനെ കടന്നു പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ആ പ്രിസണിൽ നിന്ന് ആരോ ഒരാൾ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. അവനങ്ങനെ ഓടി ഒരു ആനിമലിന്റെ മുൻപിൽ ചെന്ന് വീഴുകയാണ്. അതാണെങ്കിൽ അവനെ കടിച്ചു പറിച്ച് തിന്നും. പ്രിസണേഴ്സ് ആ ശബ്ദം കേട്ട് അവിടേക്ക് ഓടിയെത്തും. സാസുകയും അവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ അവിടേക്ക് വന്ന് നോക്കുകയാണ്. അപ്പൊ അവൻ കാണും വലിയൊരു ഡൈനോസർ ആ ഒരു പ്രിസണറിനെ അങ്ങനെ കടിച്ചു കീറുകയാണ്. അടുത്ത നിമിഷം ആ ചോപ്പനാണെങ്കിൽ ഡൈനോസറിന്റെ അടുത്തേക്ക് വരും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. ഇവിടെ ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവൻ അവൻ ഈ ദിനോസറിന്റെ ഭക്ഷണമായി മാറുമെന്ന് പറഞ്ഞ് അവനങ്ങനെ ഹായ് ആയിട്ട് കടന്നു പോകും. സാസുകയാണെങ്കിൽ പേടിയോട് കൂടെ ആ ഒരു ഡൈനോസറിനെ തന്നെ നോക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും ഓരോരോ ജോലികളിലായിട്ട് മുഴുകും. സാസുകയും അവന്റെ ജയിൽമേറ്റ്സും ആ പ്രിസണിന്റെ ഫ്രണ്ട് സൈഡിലുള്ള ഭാഗങ്ങൾ അങ്ങനെ ചെത്തിയും മെനിക്കിയും വൃത്തിയാക്കുകയാണ്. സാസുക ആ ഒരു ഡൈനോസറിനെ കണ്ണുമ ചിമ്മാ നോക്കി നിൽക്കും. അതിനാ മഞ്ഞമുടിയൻ പറയും,
നീ ആ ദൂരത്തുള്ള ബോർഡ് കണ്ടോ? അത് കഴിഞ്ഞ് ആർക്കും തന്നെ പോവാനായിട്ട് അനുവാദമില്ല. ആരെങ്കിലും അത് കടന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത നിമിഷം ആ ഒരു ദിനോസർ അവനെ കൊന്ന് തിന്നും. ഇതുവരെ ആരും ആ ഒരു ബോർഡ് താണ്ടി ജീവനോട് കൂടെ പോയിട്ടില്ല. സോ ഒരു കാരണവശാലും നമ്മൾ ആരും അതിന് ശ്രമിക്കാൻ പാടില്ല എന്ന് പറയും. സാസുകയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് അതിനെ തന്നെ നോക്കി നിൽക്കും. അതിനുശേഷം അവർ ജോലിയെല്ലാം അവസാനിപ്പിച്ച് തിരികെ സെല്ലിലേക്ക് വരികയാണ്. സെല്ലിൽ അവൻ്റെ സെൽമേറ്റ്സ് എല്ലാവരും ചേർന്ന് കാർഡ്സ് കളിക്കാനായിട്ട് തുടങ്ങും. ആ മഞ്ഞമുടിയനാണെങ്കിൽ ഇപ്പൊ സാസുകയെ കളിക്കാനായിട്ട് വിളിക്കും. സാസുകയാണെങ്കിൽ തനിക്ക് താല്പര്യമില്ല എന്ന് പറയും. പിന്നീട് അവരുടെ സെല്ലിൽ തന്നെയുള്ള ഏറ്റവും ഏജ്ഡ് ആയ ഒരു വെള്ളമുടി അപ്പാപ്പൻ ആളെ കളിക്കാനായിട്ട് വിളിക്കുകയാണ്. ആളാണെങ്കിൽ പറയും, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്, എനിക്ക് കളിക്കാൻ താല്പര്യമില്ല. ആള് ഇവിടെ കളിയൊന്നും ശ്രദ്ധിക്കാതെ കാലില് എന്തോ ഒരു പെയിന്റിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം സാസുക അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ആ ഡൈനോസറിന്റെ ചിത്രം അതങ്ങനെ തെളിഞ്ഞു വരും. അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ല് കയ്യിലെടുക്കുകയാണ്. സാസുകയാണെങ്കിൽ ആ സ്റ്റോണുമായിട്ട് അവരുടെ അടുത്തേക്ക് വരും. ഈ കളിയിൽ ഞാനും ഉണ്ട്. നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ഡയമണ്ട് സ്റ്റോൺ അത് ഗിഫ്റ്റായിട്ട് തരും. അതല്ല ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതിനവർ ഓക്കെ പറഞ്ഞ് ഇപ്പോൾ കളിയുടെ നിബന്ധനകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഡയസിൽ 3 ഡയസും 3 എന്നുള്ള നമ്പർ അത് വീഴ്ത്തുക. അത് കേട്ട് അവരെല്ലാവരും ഓക്കെ പറയുകയാണ്. സാസുകയാണെങ്കിൽ ആ ഡയസ് അതങ്ങനെ തിരിച്ച് ആ പാത്രത്തിലേക്ക് ഇടുകയാണ്. അതിനുശേഷം കാറ്റ് വെച്ച് ഡൈവേർട്ട് ചെയ്ത് അതിലെല്ലാം 1 എന്നുള്ള നമ്പർ കൊണ്ടുവരും. ഉണ്ടായിരുന്നവരെല്ലാവരും അത് കണ്ട് ഷോക്കായി ഇപ്പൊ സാസുകയെ തന്നെ നോക്കും. സാസുകയാണെങ്കിൽ അവരോട് പറയും, ഓക്കെ ഈ ഗെയിമിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം. ഞാനിപ്പോൾ ഇവിടുന്ന് പുറത്ത് ചാടാൻ പോവാണ്. ഇവിടേക്ക് തിരികെ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടുന്ന് പുറത്തെത്തുന്നത് വരെ നിങ്ങൾ ആ ചോപ്പ് മുടിയൻ ജയിൽ ക്യാപ്റ്റനെ ആളെ ഡൈവേർട്ട് ചെയ്യണമെന്ന് പറയും. അവരാണെങ്കിൽ കേട്ട് ഞെട്ടുകയാണ്. അതിലൊരുത്തനാണെങ്കിൽ ഇപ്പൊ അവനോട് കെഞ്ചും, ദയവ് ചെയ്ത് നീ ഇവിടുന്ന് പോകരുത്, നീ പോയാ ഞങ്ങളായിരിക്കും ആളുടെ ചോദ്യത്തിന് ആൻസർ പറയേണ്ടി വരിക. അവൻ തീർച്ചയായിട്ടും ഞങ്ങളെ പണിഷ് ചെയ്യും. മാത്രമല്ല നിനക്ക് പുറത്ത് കടന്ന് രക്ഷപ്പെടാനാവില്ല. ആ ഒരു ബോർഡ് നീ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വലിയ ഡൈനോസർ നിന്നെ കൊന്നു തിന്നുമെന്ന് പറയും. സാസുകയാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയാതെ ഹായ് ആയിട്ട് പുറത്തേക്ക് നടന്നു വരികയാണ്. സാസുകയ്ക്ക് മനസ്സിലാവും അവൻ ജിപ്സ് ഉപയോഗിച്ചാണ് ആരോ ആ ഡൈനോസറിനെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അത് അവിടുന്ന് എവിടുന്നെങ്കിലും കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങനെ പുറത്തേക്ക് വരും. സാസുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ കടന്നു വരുമ്പോഴായിരിക്കും അടുത്ത നിമിഷം അത് അവന്റെ മുൻപിൽ വരിക. സാസുക അവന്റെ ഗെഞ്ചിപ്സു അതുപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ സാസുകയുടെ ഗെഞ്ചിപ്സു ഒന്നും അതിന് മുൻപിൽ വിലപ്പോവില്ല. അതാണെങ്കിൽ സാസുകയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. സാസുകയാണെങ്കിൽ അതിന്റെ എല്ലാ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനുശേഷം കൈ ചുരുട്ടി അതിന്റെ ബോഡിയിൽ ആഞ്ഞെട്ടിക്കും. ആ ഒരു ഇടിയിൽ അത് തെറിച്ചു പോവാണ്. പക്ഷെ അതാണെങ്കിൽ വീണ്ടും ഇപ്പൊ സാസുകയ്ക്ക് നേരെ വരും. ഞൊട്ടിയിടയിൽ സാസുക അവനാണെങ്കിൽ അവന്റെ സ്ക്രോൾ വിരിച്ച് അതിൽ നിന്നൊരു കത്തി പുറത്തെടുക്കുകയാണ്. അതിന്റെ ഓരോ കൈയും കാലും സാസുക വെട്ടിയെറിയും. പക്ഷെ അപ്പോഴും അതാണെങ്കിൽ സാസുകയ്ക്ക് നേരെ തിരിയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ സാസുക അവൻ മാത്രം ഒരു ടേബിളിൽ പോയി തനിച്ചിരിക്കുകയാണ്. അവന്റെ കൂടെയുള്ള മഞ്ഞുമുടിയൻ ചോദിക്കും, ഇന്നലെ നീ പോയിട്ട് എപ്പോഴാ തിരികെ വന്നേ? ഡൈനോസർ കാരണം നിനക്ക് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞില്ല അല്ലേ? ഇതിൽ ഞങ്ങൾ എല്ലാവരും കരുതിയത് നിന്നെ ആ ആനിമൽ അത് കൊന്നുവെന്നാണ്. അതിന് സാസുകയാണെങ്കിൽ മറുപടി പറയാതെ ഇപ്പൊ ആനിമൽ ഇവിടെ ഉണ്ടോന്നറിയാൻ പുറത്തേക്ക് നോക്കും. അപ്പവൻ കാണും അതിനാണെങ്കിൽ ഒരു സ്ക്രാച്ച് പോലും പറ്റാതെ അത് ഉഷാറായിട്ട് നിൽക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു ചിന്തിച്ച് അവൻ അങ്ങനെ ടേൺ ചെയ്യും. ഉടനെ ആ ചീഫ് ചോപ്പൻ അവൻ സാസുകയുടെ മുൻപിലേക്ക് വരും. ഫസ്റ്റ് നൈറ്റ് നീയല്ലേ എന്റെ ഡൈനോസറിനെ അറ്റാക്ക് ചെയ്തേ? അവനത് ചോദിക്കേണ്ട താമസം സാസുകയാണെങ്കിൽ അവന്റെ ശരീരം കണ്ണ് അവേക്കം ചെയ്യാണ്. പക്ഷേ എന്റെ ഗെഞ്ചിപ്സൂല് ഇപ്പൊ ചീഫ് പെട്ടുപോകില്ല. അവൻ സാസുകയെ നോക്കി സിമ്പിളായിട്ട് ചിരിക്കും. ഓൾറെഡി എല്ലാവരും നിന്നെ ചെക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു കാരണവശാലും നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആളങ്ങനെ കടന്നു പോകും. കട്ട് ചെയ്ത പ്രിൻസ് ആണെങ്കിൽ അവന്റെ സിസ്റ്റർ പ്രിൻസസിന്റെ അടുത്തേക്ക് വരും. നീ എന്താ ഇവിടെ ചെയ്യണേ? നമ്മുടെ ഈ ഗ്രാമം അതിപ്പോ 2ആയി പിരിയാനായിട്ട് പോവാണ്. അതിനാ മിനിസ്റ്റർ പറയും, പ്രിൻസസിനെ ഹേർട്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ അത് ചോദിക്കാനായിട്ട് പാടില്ല. നമ്മുടെ വില്ലേജ് ഇപ്പൊ വലിയ പ്രതിസന്ധിയിലാണ്. സോ പുതിയൊരു വില്ലേജ് അന്വേഷിച്ച് നമുക്ക് പോണം. അവിടെ നമ്മുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കണം എന്ന് പറയും. കട്ട് ചെയ്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ ലൈബ്രറിയുടെ തൊട്ടടുത്തെത്തും. അടുത്ത നിമിഷം അത് കാക്കാഷിയായി മാറുകയാണ്. കാക്കാഷി ട്രാൻസ്ഫർമേഷൻ ജിപ്സ് ഉപയോഗിച്ച് അവിടെ വന്നിരിക്കുകയാണ്. അവൻ ആ ലൈബ്രറിയിൽ മുഴുവനായിട്ട് അരിച്ചു പെറുക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ബുക്ക് അത് അവിടുന്ന് കണ്ടെത്തുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.